ഹലോ. അപ്പോൾ ഇന്ന് പോകുന്നത് ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കാട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 തവണയേ പോയിട്ടുള്ളൂ. മൂന്നാമത്തെ തവണയാണ്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ അമ്മീനെയും കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് മെട്രോയ്ക്കാട്ടോ പോകുന്നത്. ഞങ്ങൾ ഇടപ്പള്ളിയിൽ നിന്ന് തൃപ്പൂണിത്തുറ മെട്രോയിൽ വന്ന് ഇറങ്ങി. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കയറി കണ്ടു. അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കലാരൂപങ്ങൾ. അതിൻ്റെ ഉള്ളിൽ നിൽക്കാനൊക്കെ നല്ല രസമാണ്. ലൈറ്റായിട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഹിൽ പാലസ് മ്യൂസിയത്തിലേക്ക് പോകാട്ടോ. അവിടെ നിന്ന് മ്യൂസിയം വരെ 60-70 രൂപയോളം ഉണ്ട്. അപ്പോൾ അത്രയാണ് ഓട്ടോക്കാരൻ മേടിച്ചത്. അപ്പം റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പോകുന്നത് തൃപ്പൂണിത്തുറ. അപ്പോൾ അവിടെ എത്തി ഫസ്റ്റ് തന്നെ നമുക്ക് പാസ് എടുക്കണം. പാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 മണിക്ക് പിന്നെ തുറക്കുകയുള്ളൂ. അത് 12 മണിക്ക് പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കാണ് ഉള്ളിലേക്കുള്ള എൻട്രി ഉള്ളൂ. കോമ്പൗണ്ടിലൊക്കെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പാസ് എടുത്തിട്ട് ഉച്ച സമയം ആയതുകൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നത്. അപ്പോഴത്തേക്കാണ് ടൈം ആയത്. അപ്പം നമ്മളവിടെ ചുറ്റി അടിച്ചിങ്ങനെ നടന്നു, കുറേ നേരം ഇരുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലുള്ള ടൈമാണ്. ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. വേറെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് ഈ പാലസിൽ? ഞാൻ 96 കൊച്ചിയിൽ പറ. 96 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ വന്നത്. ആദ്യമേ വന്നത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്നു. പിന്നെ ഇപ്പോഴാണ് വന്നത്. അയ്യോ, അപ്പോൾ എന്ത് മാറ്റം മെഹറൂന് ഇവിടെ തോന്നുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ? ഇങ്ങനെയൊക്കെ ഇല്ലായിരുന്നു. സ്ഥലം ചെറുതായിരുന്നു. എല്ലാം സ്ഥലമൊക്കെ വലുതായിട്ട് തോന്നണം. അല്ല, ഒച്ചയിൽ പറഞ്ഞേ. സ്ഥലമൊക്കെ വലുതായിട്ട് തോന്നണം. ഇങ്ങനെ നല്ല രസമായിട്ടുണ്ട്. ആണോ? പണ്ട് എങ്ങനെയായിരുന്നു? അപ്പോൾ ഇത് ഭയങ്കര കാട് പോലെയായിരുന്നോ? കാട് ചെറുതായിട്ടാണ് തോന്നിയത്. ഓക്കെ. വലുതായിട്ടുണ്ട്. സമയം ഇപ്പോൾ 2:15 2 മണിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി പോകാനായിട്ട് നല്ല വെയിലായതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വിശ്രമിക്കുകയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ചിൽഡ്രൻസിനുള്ള പാർക്ക് ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വിശ്രമിക്കുകയാണ്. കുറച്ചിറങ്ങി കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. 12 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കാണ് നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ, മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാം. അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെയും ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഹിൽ പാലസിലെ മറ്റൊരു പ്രത്യേകത ആണ് ഈ ഒരു മാൻ പാർക്ക് കേട്ടോ. നല്ല രസമാണ്. ഇവിടെ വന്നതിന് നമുക്ക് മാവിന് തീറ്റയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ തീറ്റ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നിട്ട് ഇതിൽ കൂടി കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ ഇലയൊക്കെ കൊടുത്തതിന് അത് കടിച്ചൊക്കെ തിന്നോട്ടോ. ഭയങ്കര പാവമാണ്. അപ്പോൾ ഞാനതിൻ്റെ തലയിൽ തൊട്ടൊക്കെ ചെയ്തിട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. പാവം ഇഷ്ടം പോലെ മാനുണ്ട് കേട്ടോ. ആ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്തും വലിയ കൊമ്പൊക്കെയുള്ള മാനുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടത്തില്ല. അപ്പോൾ ആ മാനിനൊന്നും ഇവിടെ കൊണ്ടിട്ടിട്ടുമില്ല അവർ. അപ്പോൾ ഈ ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുന്നേ അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നമ്മുടെ ചെരുപ്പൊക്കെ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറാനായിട്ട് കേട്ടോ. ഭയങ്കര കട്ട വെയിലുള്ള ടൈമിലാണ് വന്നത്. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടു പോകും. നല്ല വെയിലുള്ള ടൈമായിരിക്കും. അതുകൊണ്ട് വൈകിട്ടൊക്കെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് കൊച്ചി രാജാവിൻ്റെ സിംഹാസനം. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.
ഹിൽ പാലസ് മ്യൂസിയം കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു 1865 തൃപ്പൂണിത്തുറയിൽ പണികഴിപ്പിച്ച ഈ ഹിൽ പാലസ്. 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ്, പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളുമുണ്ട്. പിന്നെ കൊച്ചിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജാവ് രാമവർമ്മ 14 1865 പണികഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിന് കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പ്രശസ്തമായ മലയാള ചലച്ചിത്രം മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ 1991 മ്യൂസിയം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ ഇവിടെ 11 ഗ്യാലറികളുണ്ട്. കൊച്ചി മഹാരാജാവും രാജകുടുംബങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതനമായ ശിലാഫലകങ്ങൾ, ശില്പങ്ങൾ, നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തെ ഓരോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറകെയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് വായിച്ച് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോസിലും വായിച്ച് നോക്കാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പോകാത്തവരാണെങ്കിൽ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.
അപ്പോൾ ഇനിയും കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. കുറേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു കൊട്ടാരം പോലെയുണ്ട്. അപ്പോൾ അവിടെ ഒന്നും കയറിയില്ല, കാരണം അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് നടക്കാൻ പറ്റാണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ മെട്രോ സ്റ്റേഷനിൽ പോവുകയാണ്. അവിടെ നിന്നാണ് വീട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.